Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah rabbil alamin, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, ആമുഖമെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നാളെ മുത്തഖീങ്ങളായിക്കൊണ്ട് കണ്ടുമുട്ടുവാനുള്ള മഹാ തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സ്വഹാബി വര്യൻ ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു അൻസാരി സ്വഹാബി വര്യന്റെ ജനാസയുമായി കൊണ്ട് ഞങ്ങൾ ഖബർസ്ഥാനിലേക്ക് നീങ്ങി. അങ്ങനെ ജനാസയുമായി ഖബറിന്റെ ചാരയെത്തിയപ്പോൾ ആ ഖബറിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ ഖബറിന്റെ പണി പൂർത്തിയാവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ സമയത്തെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്, ഒരു പക്ഷി വന്നുകൊണ്ട് ഞങ്ങളുടെ തലയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയില്ല. അത്രമാത്രം നിശബ്ദമായിക്കൊണ്ട്, അത്രമാത്രം നിശ്ചലമായിക്കൊണ്ട് ഞങ്ങളിങ്ങനെ ആ ഖബർസ്ഥാനിൽ കാത്തു നിൽക്കുക. ആ സമയത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി നിലത്തടിച്ചുകൊണ്ട് മെല്ലെ തലയുയർത്തിക്കൊണ്ട് സഹാബാക്കളോട് പറയുന്നുണ്ട്, സഹാബ, നിങ്ങൾ ഖബറിലെ ശിക്ഷയെ കുറിച്ച് ഭയപ്പെടേണ്ടതുണ്ട്, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബറിലുള്ള ശിക്ഷ എന്നുള്ളത് അതീവ ഭയാനകരമായിട്ടുള്ള ശിക്ഷയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും താക്കീത് നൽകിയിട്ടുള്ള വളരെ ഗൗരവപരമായിട്ടുള്ള വിഷയമാണ് ഖബറിലെ ജീവിതവും അവിടെയുള്ള ശിക്ഷ രക്ഷകളുമെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കണ്ടു കഴിഞ്ഞാൽ, ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വല്ലാതെ കരയും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കള് സ്വർഗ്ഗനരകങ്ങളെ അനുസ്മരിക്കുന്ന സമയത്ത് കരയുന്നതിനേക്കാൾ താങ്കൾ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ, അതിനെ കാണുമ്പോൾ കരയുന്നു, എന്താണ് അതിനുള്ള കാരണം? അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഖബർ എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ഗേഹമാണ്. സ്ഥിരവാസമായിട്ടുള്ള അനശ്വരമായിട്ടുള്ള പരലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ആദ്യത്തെ ഗേഹമാണ്, വീടാണ് ആ ഖബർ എന്നുള്ളത്. അവിടെ എങ്ങാനും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതമെല്ലാം എളുപ്പമാണ്. അതല്ല, അവിടെ നമ്മൾ പരാജയപ്പെടുകയാണ് എങ്കിൽ അവിടുന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ കഥകൾ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണർത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖബറിനായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. അവിടെയുള്ള ശിക്ഷാ രക്ഷകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ദർസിലൂടെ നമ്മൾ മനസ്സിലാക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, അങ്ങനെ നമ്മുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ നിർണയിക്കപ്പെട്ടിട്ടുള്ള മലക്കുൽ മൗത്ത് നമ്മുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഖാല റബ്ബിർജിഊൻ, മനുഷ്യരായിട്ടുള്ള നാം എല്ലാവരും പറയും, റബ്ബേ ഒന്ന് മടക്കി തരണം, ഇനിയും ജീവിതത്തിലേക്ക് നന്മകൾ ചെയ്യുവാൻ ഒരു അവസരം ഞങ്ങൾക്ക് നൽകണം. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഒരുപാട് നന്മകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പലപ്പോഴും നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ ആ നമസ്കാരത്തിന് പോകുവാൻ വേണ്ടി പറ്റിയിട്ടില്ല. ദഅവാ പ്രവർത്തനങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷേ അതിനെനിക്ക് പോകുവാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിൽ ഒരുപാട് നന്മകൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് റബ്ബേ, ഒന്ന് എന്നെ ഈ ദുനിയാവിലേക്ക് വീണ്ടും തിരിച്ചയക്കണം, നന്മകൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹുവിനോട് കെഞ്ചിക്കേണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് ഒരു വെറും വർത്തമാനം മാത്രമാണ്. അഥവാ വീണ്ടൊരിക്കൽ നമുക്കുള്ള ഒരു തിരിച്ചുവരവ് എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. അങ്ങ് ആ റൂഹ് നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്നും ഊരിയെടുത്തു കഴിഞ്ഞാൽ
പിന്നീട് ഒരിക്കലും നമുക്ക് നന്മകൾ പ്രവർത്തിക്കുവാനോ അതല്ല ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനോ നമുക്കൊരിക്കലും സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അതിനുശേഷം ഒരു ഖബർ ജീവിതം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ആ ബർസഖായിട്ടുള്ള ആ ഖബറിലാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം എന്നുള്ളത്. അഥവാ ഈ ദുനിയാവിനും ആഖിറത്തിനും ഇടയിലുള്ള ഒരു മറകണക്കെ ഉള്ളതാണ് ബർസഖായിട്ടുള്ള ഖബർ ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖബറിനെ കുറിച്ച് അതിലെ ശിക്ഷകളെ കുറിച്ച് അതിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിക്കൊണ്ട് സഹാബകളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഖബറിന്റെ അതിലുള്ള ശിക്ഷകളെല്ലാം വളരെയധികം ഭയാനകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെയധികം വ്യക്തമാക്കിക്കൊണ്ട് അതിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ നമ്മെല്ലാവരെയും തന്നെ 6 കാല് കട്ടിലിൽ വെള്ളത്തുണിയിൽ നമ്മെ പൊതിഞ്ഞുകൊണ്ട് 6 അടി മണ്ണിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മെ മെല്ലെ ആ ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഒരു സുഷിരവുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മണ്ണു തേച്ച് അവിടെ 3 പിടി മണ്ണുമിട്ട് തിരിച്ചു നടക്കുമെന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്ത അനിഷേധ്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നലിൽ ഖബ്രി ഖൗത വലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ ലനജാ സഅദ് ഇബ്നു മുആദ്. തീർച്ചയായിട്ടും ഖബറിന് വല്ലാത്ത ഒരു ഇടുക്കമുണ്ട്. ഖബറിലേക്ക് അന്ന് മനുഷ്യനെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ഖബർ 4 ഭാഗത്തു നിന്നൊന്ന് അണച്ചുകൂട്ടും. നമ്മുടെ വാരിയല്ലുകൾ കോർക്കുമാറ് ഖബറ് 2 ഭാഗത്തു നിന്നും നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ ലനജാ സഅദ് ഇബ്നു മുആദ്. ആ ഇടുക്കത്തിൽ നിന്നും, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അതിൽ നിന്നും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. ആരാണ് സഅദ് ഇബ്നു മുആദ്? നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ വളരെയധികം വിഷമിച്ചിട്ടുള്ള മരണമാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ. അദ്ദേഹത്തിന്റെ മരണം മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് ആദരവെന്ന നിലയ്ക്ക് അവിടെ നിന്നും ഇളകിയിട്ടുണ്ട് എന്നുവരെ നമുക്ക് പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കും. ആകാശലോകത്തെ കവാടങ്ങൾ തുറക്കപ്പെടുകയും 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ ജനാസയ്ക്ക് വേണ്ടി ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ഫളലുള്ള മഹത്വമുള്ള സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വരെ ആ ഖബറിന്റെ ഇടുക്കമുണ്ട്. അതൊരിക്കലും ശിക്ഷയായിട്ടല്ല, മറിച്ച് മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ഖബർ ആദ്യം ഒന്ന് അടച്ചുപൂട്ടും. ഈ ലോകത്ത് നിന്നും നമ്മൾ ഇനിയൊരു പുതിയ ജീവിതത്തിലേക്കാണെന്ന് നമ്മളന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. അവിടെ നിന്ന് നല്ലതാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, നല്ല രീതിയിൽ സുഹൃത്തങ്ങൾ ചെയ്തിട്ടാണ് ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ നിന്നുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് ശിക്ഷകളൊന്നുമില്ലാതെ വളരെ സുഖകരമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അന്ന് രാത്രി നമ്മെ ആരും തന്നെ നമുക്ക് കൂട്ടിനായിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. നമ്മെ ഇറക്കി വെച്ചുകൊണ്ട് നമ്മുടെ കുറ്റമിത്രങ്ങൾ അവിടെ നിന്നും 3 പിടി മണ്ണുമിട്ട് തസ്ബീഹ് ചൊല്ലി നമുക്കായിട്ട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ട് അവരവിടെ നിന്നും മടങ്ങി യാത്ര തിരിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അങ്ങനെ ഖബറിന്റെ ചാരയിൽ നിന്ന് നമ്മുടെ ബന്ധുക്കളെല്ലാം തിരിച്ചു നടക്കുമ്പോൾ അതിലെ അവസാനത്തെ വ്യക്തി ആ ഖബറിന്റെ സമീപത്തിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലടികൾ നമ്മുടെ ഖബറിലേക്ക് കേൾപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന, നമുക്ക് തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിവുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് തുടങ്ങുന്ന യാത്രക്ക് നമുക്കൊപ്പം പാതേയമായിട്ടുള്ളത്, ആ യാത്രയിൽ നമുക്കൊപ്പമുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി കൊണ്ട് അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലെ, കറുകറുത്ത 2 മലക്കുകൾ അവിടേക്ക് കടന്നു വരും. നീല കണ്ണുകളുള്ള വളരെ ഭീതിപ്പെടുത്തുന്ന 2 ആളുകൾ, അതാണ് മുൻകർണിക്കേറുന്നുള്ള 2 മലക്കുകൾ. അവര് കടന്നു വന്നിട്ട് മയ്യത്തിന്റെ ചാരയിൽ നിൽക്കും. അവിടെ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ലെ, അവിടെ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മോട് ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മോട് ചോദിക്കും. ഈ ജീവിതത്തിൽ, ദുനിയാവിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളോട് വിമുഖത കാണിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചത് എങ്കിൽ
ഒരിക്കലും അതിന് നമുക്ക് ഉത്തരം നൽകുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരായിട്ടുള്ള മുനാഫിഖീങ്ങളും കാഫിരീങ്ങളും അവിടെ നിന്ന് പറയുന്നുണ്ട്, ജനങ്ങൾ എന്തെല്ലാമോ ആ പ്രവാചകനെ കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് പ്രവാചകനെ കുറിച്ച് ഒന്നും തന്നെ പറയുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അത് കേൾക്കുന്ന മലക്കുകൾ അവിടെയുള്ള ഇരുമ്പിന്റെ ചുറ്റിക എടുത്തുകൊണ്ട് അവരുടെ മുതുകിലും മറ്റും അവരെ കുതിരെ തല്ലുമെന്നുള്ളതാണ്. അതിന്റെ വേദന മൂലം അവർ അട്ടഹസിക്കും. ആ അട്ടഹാസം ഈ ദുനിയാവിലുള്ള മനുഷ്യരും ജിന്നുകളും അല്ലാത്ത എല്ലാ ജന്തുജാലങ്ങളും കേൾക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ഈ ദുനിയാവിൽ മോശപ്പെട്ട ജീവിതമാണ് നയിച്ചത് എങ്കിൽ അദ്ദേഹം വല്ലാതെ വിലപിക്കും, അട്ടഹസിക്കും. ആ അട്ടഹാസം മനുഷ്യരെങ്ങാനും കേൾക്കുമായിരുന്നുവെങ്കിൽ മനുഷ്യരെല്ലാം തന്നെ ബോധരഹിതരായിക്കൊണ്ട് വീടുമായിരുന്നു എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഥവാ അത്രമാത്രം ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കലാമായിട്ടുള്ള ഖുർആനിലെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താതെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ നിന്നും അതിന് നമുക്ക് ഉത്തരം പറയുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ആ സമയത്ത് വാനലോകത്തു നിന്നും വിളിച്ചു പറയപ്പെടും, അവൻ പറയുന്നത് കളവാണ്. അങ്ങനെ നരകത്തിൽ നിന്നും അവന്റെ ഖബറിലേക്ക് ഒരു വാതിൽ തുറക്കപ്പെടുവാൻ വേണ്ടി പറയും. അങ്ങനെ അവിടെ നിന്നും നരകത്തിലെ തീജ്വാലയുടെ തീഷ്ണമായ ആ ചൂട് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഖബർ ഒന്നടച്ചുപൂട്ടും എന്ന് മാത്രമല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അഥവാ ഖബർ നല്ല ദുഃഖത്തിലാവും. അദ്ദേഹത്തിന്റെ വാരിയെല്ലുകൾ പരസ്പരം കേട്ടുപോകും. അത്തരത്തിൽ വളരെയധികം ഭയാനകരമായിട്ടുള്ള അവസ്ഥ അവിടേക്ക് വരും. നരകത്തിൽ നിന്നും വിരിപ്പ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് കൊണ്ടുവരും. അത്തരത്തിൽ അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ശിക്ഷകൾ തുടങ്ങുകയാണ്. ആ ഇടുങ്ങിയ ഖബറിൽ, ആ അന്തിയില്, ആ രാത്രിയിൽ, ഇരുട്ടില് അദ്ദേഹം ഒറ്റക്ക് കഴിഞ്ഞുകൂടേണ്ടുന്ന ഒരു അവസ്ഥ സംജാതമാകും എന്നുള്ളതാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഒരു വിരൂപിയായിട്ടുള്ള ഒരാൾ കടന്നു വരുന്നുണ്ട്. കണ്ടാൽ ഭീതിപ്പെടുത്തുന്ന വളരെ മോശമായിട്ടുള്ള മണവുമായിട്ട് ഒരു വിരൂപിയായിട്ടുള്ള മനുഷ്യൻ കടന്നു വരും. ആ സമയത്ത് ഈ മയ്യത്ത് ആ മനുഷ്യന് വല്ലാതെ ആകുലതപ്പെട്ടുകൊണ്ട് ചോദിക്കും, ഈ ആരാണ്? ആ സമയത്ത് ആ വിരൂപിയായിട്ടുള്ള ഒരാൾ പറയും, അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ അവരെല്ലാം ഇതിനെ കുറിച്ച് നിനക്ക് താക്കീത് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ദുനിയാവില് പല ആളുകളും എന്നോട് പറഞ്ഞത്. പക്ഷേ അത് കേൾക്കാനൊന്നും എനിക്ക് താമസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മോശകരമായിട്ടുള്ള മേച്ചകരമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഈ ദുനിയാവിൽ നീ ചെയ്തു കൂട്ടിയിട്ടുള്ള മേച്ചകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങളുമാണ് ഞാനെന്ന് ആ മനുഷ്യൻ പറയുന്നതാണ്. അഥവാ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, മേച്ചകരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒരാളുടെ രൂപത്തിൽ, വിരൂപിയായിട്ടുള്ള ഒരാളുടെ രൂപത്തിൽ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് തുടങ്ങുന്നു ആ മനുഷ്യരുടെ ശിക്ഷകളുടെ യാത്ര, കഥകളുടെ ആ നീണ്ട യാത്ര അവിടെ വെച്ച് തുടങ്ങുകയാണ്. ആ മനുഷ്യൻ ആ സമയത്ത് പറയുന്നുണ്ട്, റബ്ബേ, ഖിയാമത്ത് നാൾ ഒരിക്കലും ആക്കരുതേ. പെട്ടെന്ന് ഖിയാമത്ത് നാള് ആവാതിരിക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കും. കാരണം ഖിയാമത്ത് നാളെങ്ങാനും ആയിക്കഴിഞ്ഞാൽ ഈ ഖബറിലുള്ള ശിക്ഷ ഇത്രമാത്രം കഠിനമാണ്, കഠോരമാണ് എന്നുണ്ടെങ്കിൽ ആ പരലോകത്തേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ആ നരകത്തിലെ ശിക്ഷകളുടെ കാഠിന്യം എത്രമാത്രമായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയും, റബ്ബേ, ഖിയാമത്ത് നാളാക്കരുതേ, അത് എന്നിലേക്ക് അടുപ്പിക്കരുതേ എന്ന് ആ മനുഷ്യൻ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതല്ല ഈ ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിച്ചിരി നമുക്ക് ഇഷ്ടമില്ല എങ്കിലും അല്ലാഹുവിന് വേണ്ടി നമ്മുടെ ദുനിയാവിൽ ചില കാര്യങ്ങൾ മാറ്റി വെക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലാഹുവിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അത്തരത്തിൽ നല്ല രൂപത്തിൽ നമ്മൾ ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുണ്ട് എങ്കിൽ, അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായി കൊണ്ട് ഉത്തരം പറയുവാൻ സാധിക്കും. അവിടെ നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കൊണ്ട് ഉത്തരം പറയുവാൻ സാധിക്കും. അശ്ഹദു അന്നഹു അബ്ദുല്ലാഹി വ റസൂലുഹു. നിശ്ചയമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത് അല്ലാഹുവിന്റെ അടിമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട്
എന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ആ മലക്കുകൾ പറയും, നീ പറഞ്ഞത് സത്യമാണ്, അത്തരത്തിൽ നിന്റെ ജീവിതത്തെ നീ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നീ നരകത്തിലേക്കാണ് പോകുമായിരുന്നുവെങ്കിൽ നിനക്ക് നരകത്തിലുള്ള ഇരിപ്പിടം ഇതായിരുന്നു എന്ന് ആ മനുഷ്യൻ കാണിപ്പിക്കപ്പെടും. അഥവാ ആ മനുഷ്യൻ തിന്മകൾ ചെയ്തുകൊണ്ട് നരകത്തിലേക്കാണ് പോകുമായിരുന്നുവെങ്കിൽ നരകത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഇരിപ്പിടം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നല്ല വ്യക്തിയെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഈ നരകത്തിലെ ഇരിപ്പിടത്തിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഇരിപ്പിടം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നാളെ സ്വർഗ്ഗത്തിൽ വരാനിരിക്കുന്ന ഇരിപ്പിടത്തെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അദ്ദേഹം വളരെയധികം സന്തോഷകരമായിട്ട് അതിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ ഖബറിനെ വിശാലമാക്കുവാൻ വേണ്ടി ഭൂമിയോട് കൽപ്പിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെയധികം വിശാലമായിട്ടുള്ള ആ ഖബറിൽ ആ മനുഷ്യൻ കഴിഞ്ഞുകൂടും എന്നുള്ളതാണ്. ആ ഖബറിൽ അല്ലാഹുവിന്റെ നൂറ് ആ ഖബറിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, എങ്കിൽ മലക്കുകളെ, എന്റെ കുടുംബക്കാരെ ഈ കാര്യം എനിക്കൊന്ന് അറിയിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഖബർ വിശാലമായി, ആ ഖബറിൽ പ്രകാശപൂരിതമായി. ആ സമയത്ത് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പറയുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ, എന്റെ ബന്ധുമിത്രാദികളെ എനിക്കതൊന്ന് അറിയിക്കണം. അവിടെ നിന്ന് പറയും, നീ ഉറങ്ങിക്കൊള്ളുക. മണവാളന്മാരെങ്ങനെയാണോ ആദ്യ രാത്രിയിൽ ഉറങ്ങുന്നത് അത്രമാത്രം സമാധാനത്തിൽ നീ ഉറങ്ങിക്കൊള്ളുക. അതല്ലാതെ വീണ്ടും നമുക്ക് ദുനിയാവിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരവസരമില്ല എന്നുള്ളതാണ്. ഏതായിരുന്നല്ല ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വിശ്രമകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ ഒരുപാട് സൽക്കർമ്മങ്ങളും ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും ചെയ്തു വെച്ചുകൊണ്ട് ദുനിയാവിൽ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് കുറച്ചെങ്കിലും പരിശ്രമിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ സുഖകരമായി കൊണ്ട് വിശ്രമിക്കുവാനുള്ള ഒരു ഗേഹം കൂടിയാണ് ഖബർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, അല്ലേ, ഏതൊരു മനുഷ്യനാണെങ്കിലും അവൻ നല്ലവനാവട്ടെ മോശപ്പെട്ടവനാവട്ടെ, ആ മനുഷ്യന് ഖബറിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന നരകത്തിലെ അല്ല, അല്ലെങ്കിൽ സ്വർഗത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നുള്ളത്, ഇരിപ്പിടം എന്നുള്ളത് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ആ മനുഷ്യന് ഖബറിൽ വെച്ചിട്ട് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അല്ലെ, മോശകരമായിട്ടുള്ള നരകമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്നറിയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്ഥിതി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുവാൻ, ആ ഖബറിലെ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുവാൻ, ആ ഖബറിലെ സുഖാനുഭൂതികൾ നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ കുറച്ചെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ട്, ഈ ദുനിയാവിൽ കുറച്ചെങ്കിലും പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനായിട്ടുള്ള, അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട്, പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ആ ഖബറിലുള്ള പ്രധാനപ്പെട്ട ശിക്ഷകളെ കുറിച്ചും അതിന്റെ കാരണങ്ങളെ കുറിച്ചുമാണ് അടുത്തതായി എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതിലൊന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഗൗരവത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ശിർക്ക് തന്നെയാണ്. ശിർക്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കു ചേർത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഖബറിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വാഹനത്തിൽ നിന്ന് വീഴുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നത് ഒരു കോവർ കൈതയുടെ മുകളിലായിരുന്നു. ആ കോവർ കൈത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിയിടുമാറ് വളരെ വേവലാതിപൂർവ്വം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സഹാബ, ആ ഖബറിൽ ഇരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവിടുന്ന് കൊടുക്കുന്ന മറുപടി, അവർ ആ ഖബറിലുള്ള വ്യക്തി, ആ ഖബറാളി അള്ളാഹുവിൽ പങ്കു ചേർത്തയാളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ ഖബറിൽ അദ്ദേഹത്തിന് തുടങ്ങുന്നത് വളരെയധികം ശിക്ഷകളും അതുപോലെ തന്നെ കഠോരമായിട്ടുള്ള അള്ളാഹുവിന്റെ കോപവുമാണ് അതിനുള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്, അഹങ്കാരപൂർവ്വം എരിയാണിക്ക് താഴെ വസ്ത്രം ഇഴച്ചു നടന്നവനെ കുറിച്ചാണ്. നാളെ ഖബറിൽ അദ്ദേഹത്തിന് ശിക്ഷയുണ്ടാകും എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ടുള്ള നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടയാളമാണ്. അതല്ല, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇഴച്ചു നടക്കുന്നവന് ഖബറിൽ മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
അവൻ നെരിയാണിക്ക് താഴെ അതിന് താഴെയുള്ള അവന്റെ വസ്ത്രം എന്നുള്ളത് അത് നരകത്തിലാണ് എന്നുള്ളത് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂത്ര വിസർജനത്തിന് ശേഷം കൃത്യമായി കൊണ്ട് ശുദ്ധീകരിക്കാത്ത, അല്ലെങ്കിൽ അതിൽ നിന്നും അത് ദേഹത്തേക്ക് തെറിക്കുന്നതിൽ തൊട്ടും സ്വീകരിക്കാത്ത ആളുകൾക്കും നാളെ ഖബറിൽ ശിക്ഷയുണ്ടാകും എന്നുള്ളത് പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ഖൗമില് നമ്മുടെ ഉമ്മത്തില് ധാരാളമായിട്ട് ഖബറിൽ ശിക്ഷിക്കപ്പെടുവാനുള്ള കാരണം എന്നുള്ളത് മൂത്ര വിസർജനത്തില് കൃത്യമായി കൊണ്ട് ശുദ്ധീകരിക്കാത്ത, അതുപോലെ തന്നെ അതിൽ സ്വീകരിക്കാത്ത ആളുകളാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏശനിയും പരദൂഷണവുമായി കൊണ്ട് ഈ ലോകത്ത് കഴിഞ്ഞുകൂടിയ ആളുകൾ മറ്റുള്ളവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുവാൻ വേണ്ടി ഇല്ലാത്ത കള്ളപ്രചാരങ്ങൾ പ്രചരിപ്പിച്ച ആളുകൾക്ക് നാളെ ഖബറിൽ ശിക്ഷയുണ്ടാകും എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, മിഅ്റാജ് രാവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നുണ്ട് ചെമ്പിന്റെ നഖങ്ങളാൽ നെഞ്ചും അതുപോലെ തന്നെ മുഖവുമെല്ലാം മാന്തുന്ന, അത് വികൃതമാക്കുന്ന, സ്വയം വികൃതമാക്കുന്ന ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുമ്പോൾ അവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് പരദൂഷണവുമായി കൊണ്ട് ജീവിച്ച ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ നിന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ മോഷണവും ചതിയും ചതിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈവശപ്പെടുത്തിയ ആളുകൾ, അഥവാ മോഷണം എന്നുള്ളത് ഇസ്ലാമിൽ വളരെ നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാ വിഭവങ്ങൾ നോക്കി നടന്നിരുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ മരണപ്പെട്ട വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ മനുഷ്യൻ ഖബറിൽ അഗ്നിക്കിരയാണ്, അഗ്നി കൊണ്ട് കരിക്കപ്പെടുന്നുണ്ട് ആ മനുഷ്യൻ. അവിടുന്ന് കൊണ്ട് അവിടുത്തെ സഹാബത്ത് കാര്യം അന്വേഷിച്ചപ്പോൾ അവർ കണ്ടത് അപഹരിച്ചെടുത്തിട്ടുള്ള ഒരു വസ്ത്രം അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് അർഹതപ്പെടാത്ത, ആരാരും കണ്ടിട്ടില്ല എങ്കിലും അള്ളാഹു കാണുന്നുണ്ടെന്ന ഭയത്തോടു കൂടി തന്നെ നമുക്ക് അർഹതപ്പെടാത്ത ഒന്നും തന്നെ നമ്മുടെ സമ്പത്തിലേക്കാവട്ടെ മറ്റും നമ്മൾ അത് കൈവശപ്പെടുത്തുവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഖബറിൽ നമ്മളും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് വളരെയധികം ഗൗരവത്തിൽ കാണേണ്ടുന്നതാണ്. അടുത്ത വിഷയം, കടബാധിതനായിക്കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ ആ കടം വീട്ടുന്നത് വരെ ആ ഖബറാളിക്ക് ഖബറിൽ ഒരു സുഖം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു വ്യക്തി ഷഹീദായി കഴിഞ്ഞാൽ ഇസ്ലാമിൽ വളരെ വലിയ സ്ഥാനമുള്ളതാണ് ഷഹീദായിക്കൊണ്ട് മരണപ്പെടുക എന്നുള്ളത്. ഷഹീദായി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും വരുന്ന ആദ്യ രക്തത്തോടു കൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഖബറിൽ അദ്ദേഹത്തിന് ശിക്ഷയുണ്ടാവുകയില്ല. സ്വർഗത്തിൽ നാളെ 100 ദറജകളായിരിക്കും ഷഹീദിനുണ്ടാവുക. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹീദിന് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും, ഒരു പാപം ഒഴികെ. അത് പറഞ്ഞത് കടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കടത്തിന്റെ കാര്യത്തിൽ അനാവശ്യമായിക്കൊണ്ട് കടം വാങ്ങുവാൻ പാടില്ലെന്നുള്ളതും, അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ കടം വാങ്ങുകയാണെങ്കിൽ അത് കൃത്യമായി കൊണ്ട് പറഞ്ഞ സമയത്ത് വീട്ടുവാനും, അത്തരത്തിൽ നമുക്ക് വീട്ടുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം കടം വാങ്ങുവാനും നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖുർആൻ പഠിച്ചിട്ട് അത് ഉപേക്ഷിച്ച ആളുകൾ, അല്ലെ, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തനങ്ങളില്ലാത്ത ആളുകൾ, അവർക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ ശിക്ഷയൊരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ സമയമാണെന്നറിഞ്ഞിട്ടും നമസ്കാരത്തിലേക്ക് കടന്നു വരാതെ കിടന്നുറങ്ങിയ ആളുകൾക്ക് ഖബറിൽ ശിക്ഷയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരക്കാർക്കുള്ള ശിക്ഷ എന്നുള്ളത് വലിയൊരു പാറ കൊണ്ട് ആ മനുഷ്യന്റെ തലയുടെ അടുക്കിൽ നിന്നുകൊണ്ട് ആ മനുഷ്യന്റെ തല തല്ലിച്ചതക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. കളവ് പ്രചരിപ്പിക്കൽ, ഒരു മനുഷ്യൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കാണും, അദ്ദേഹം ഖബറിൽ ഇങ്ങനെ ശിക്ഷിക്കപ്പെടും, അഥവാ അദ്ദേഹത്തിനെ കൊളുത്തുകൊണ്ട്, ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണും വായും മൂക്കും പിരടിയും എല്ലാം ഇങ്ങനെ പിച്ച് ചെയ്ത് സമയത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് വ്യക്തി? അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ നാട് മുഴുവൻ ഇങ്ങനെ കള്ളപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് കളവ് പ്രചരിപ്പിച്ച ആളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കളവ് നമ്മുടെ ഖബറിലെ ശിക്ഷ അനുഭവിക്കുവാൻ കാരണമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വ്യഭിചാരവും പലിശ ഭുജിക്കലുമെല്ലാം മറ്റു കാരണങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരുപാട് തരം നമ്മൾ ചെയ്യുന്ന തിന്മകൾക്കെല്ലാം നരകത്തുനിന്ന് മാത്രമല്ല, ഈ ഖബറിൽ നിന്നും ബർസഖയായിട്ടുള്ള ജീവിതത്തിലും അത്
അതിന്റെ ശിക്ഷകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്നും മോചനം നേടാവുന്ന ഏതാനും കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിലൊന്നാമതായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിഞ്ഞിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ എത്രയോ കേട്ടിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് പറഞ്ഞിട്ടുള്ള ആ തൗഹീദിനെ നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി കൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഖബറിൽ നിന്ന് നമ്മോട് ചോദ്യം ചെയ്യുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ്, ആ പ്രവാചകനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തിട്ടുള്ള ഒരു ജീവിതം നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. എങ്കിൽ നമുക്ക് ഖബറിൽ വളരെയധികം സുഖകരമായിട്ട് ഒരു മണവാളൻ കണക്കെ അതിൽ നമുക്ക് വിശ്രമിക്കുവാൻ സാധിക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. കാരണം ആ ഇരുണ്ട ഖബറിടത്തിൽ നമുക്ക് കൂട്ടിനായിട്ടുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിർബന്ധ കർമ്മങ്ങൾ കൃത്യമായി കൊണ്ട് വീഴ്ച വരുത്താതെ ചെയ്യുന്നതോടൊപ്പം തന്നെ സുന്നത്തായിട്ടുള്ള കർമ്മങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് സൂറത്തുൽ മുൽക്ക്. അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നരക ശിക്ഷ അദ്ദേഹത്തെ ഖബറിലെ ശിക്ഷ അദ്ദേഹത്തെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു കാരണം, വെള്ളിയാഴ്ചയുടെ പകലിലോ രാവിലോ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഖബറിലെ ശിക്ഷയിൽ ലഘൂകരണം ഉണ്ടാവുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് എത്തരത്തിലുള്ള ആളുകൾക്കാണ്? നന്മയിൽ മുന്നേറി ജീവിച്ചിട്ടുള്ള ആളുകൾ വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടാൽ. അല്ലാതെ ആര് വെള്ളിയാഴ്ച മരണപ്പെട്ട ഒരു ആർക്കും ഖബറിലെ ശിക്ഷയില്ല എന്നുള്ളതല്ല. നല്ല രൂപത്തിൽ ജീവിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാത്രിയോ അല്ലെങ്കിൽ പകലിലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഖബറിലെ ശിക്ഷ ലഘൂകരണം ഉണ്ടാകുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി കൊണ്ട് ഓർത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് ഖബറിലാവട്ടെ നരകത്തിലാവട്ടെ അദ്ദേഹത്തിന് ശിക്ഷകൾ ഏൽക്കേണ്ടി വരികയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കുവാനും ആ അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഭയപ്പെടുവാനും ആ പരലോക ജീവിതത്തെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് സഹാബാക്കളും അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കളെ പിൻപറ്റിയിട്ടുള്ള അനുചരന്മാരും എല്ലാവരും തന്നെ ആ കാര്യത്തിൽ, ഖബറിന്റെ കാര്യത്തിൽ, പരലോകത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും അവർ സ്വാർത്ഥരാവാനുള്ള കാരണം കൂടി അതുതന്നെയാണ്. കാരണം പിന്നീട് തുടങ്ങുന്ന യഥാർത്ഥ യാത്ര എന്നുള്ളത് നമ്മൾ ഒറ്റക്കാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖബറിലെ ശിക്ഷയിൽ നിന്നും മോചനം തേടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തശഹുദിൽ അവസാനത്തെ തശഹുദിന്റെ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതിൽ അതിലൊന്നുള്ളത് ഈ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നമ്മളോട് മോചനം തേടുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കൃത്യമായി കൊണ്ട് ആ ഖബറിൽ നിന്ന് രക്ഷ തേടുവാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം.